വെൽക്കം ടു Junction. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇമ്മീഡിയറ്റ്ലി അത് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് 2023 ജനുവരി 1 തീയതിയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ 2022 കഴിഞ്ഞു. നിങ്ങൾ 2022 ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അതിൽ ഏറ്റവും ഒരു പക്ഷേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആയിരിക്കും നിങ്ങൾ ചെയ്തത്. അതായത് നിങ്ങൾ ഈ 2022 നിങ്ങൾ ഒരുപാട് പൈസ സേവ് ചെയ്യുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ കാറ് വാങ്ങിക്കും, അല്ലെങ്കിൽ വീട് വെക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും, ഒന്നും നടന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടാകും. പക്ഷെ മിക്കവാറും സാധ്യത എന്ന് പറഞ്ഞാൽ മിക്കവാറും കേസസിൽ, ഞാൻ പറയുന്ന ഒരു 80% കേസസിൽ ചാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പ്ലാൻ ചെയ്തതുപോലെ നടന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ 80% പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു പേഴ്സണൽ സേവിങ്സ് ഗോളിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളതും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എടുക്കുന്ന ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ തന്നെ. ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള 10 വഴിമുടക്കികൾ, അതായത് നിങ്ങൾ സേവിങ്സ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ വരുന്ന 10 വഴിമുടക്കികൾ അല്ലെങ്കിൽ 10 ബ്ലോക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോയി വീഡിയോ കാണാം. അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ സാധാരണ സേവ് ചെയ്യാനായിട്ട് നോക്കുമ്പം ഹിൻഡ്രൻസസ് ആയിട്ട് വരുന്നത്, തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2023 നിങ്ങളൊരു പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തുക, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ഞാൻ 4 കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഇയർ എൻഡിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ചെറിയ ചെറിയ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കോംപ്രമൈസസ് ചെയ്യേണ്ടി വരുമായിരിക്കും. കുറച്ച് എക്സ്പെൻസസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യേണ്ടി വരുമായിരിക്കും. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ക്രിയേറ്റ് ആൻ എമർജൻസി ഫണ്ട്. എന്താണ് എമർജൻസി ഫണ്ട് എന്ന് പറയാം? നിങ്ങൾ എല്ലാ ആൾക്കാരും ഒരു ഇൻകം ഏൺ ചെയ്യുന്നു, മന്ത്ലി നിങ്ങൾക്ക് ഒരു സാലറി കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ബിസിനസ് ഇൻകമോ വേറെ എന്തിനെന്തെങ്കിലുമുള്ള ഇൻകം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഓവർ 12 മന്ത്സ്, നെക്സ്റ്റ് 12 മന്ത്സോ അല്ലെങ്കിൽ 24 മന്ത്സോ അല്ലെങ്കിൽ ലൈഫ് ലോങ് കിട്ടുമെന്നൊക്കെ നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങളിത് സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്കൊരു സേവിങ്സ് ഉണ്ടാവും. നിങ്ങൾ എല്ലാ മാസവും അതിൽ നിന്നൊരു 10,000 രൂപ, 20,000, 25,000 നിങ്ങൾ എത്രയാണോ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 5,000 അത് നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് അടയ്ക്കുന്നുണ്ടാവും, നിങ്ങൾ KSF ചിട്ടിയിൽ അടയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ചിട്ടിയിൽ അടയ്ക്കുന്നുണ്ടാവും, മ്യൂച്വൽ ഫണ്ടിലൊക്കെ അടയ്ക്കുന്നുണ്ടാവും. ബാക്കി നിങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അൺസർട്ടൺ ആയിട്ടുള്ള, നിങ്ങൾ വിചാരിക്കാത്ത ഒരു എക്സ്പെൻസസ്, അല്ലെങ്കിൽ നിങ്ങളൊരു വിചാരിക്കാത്ത ഒരു ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇരിക്കുന്നത്, വണ്ടിക്ക് ഒരു ഡാമേജ് വന്നു, അത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു കാറുണ്ട്, അപ്പോൾ അതിനൊരു റിപ്പയറിങ് ചെയ്യേണ്ടി വന്നു, എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു വർക്ക് വന്നു, അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നു, അതിനൊരുപാട് കാശ് നിങ്ങൾ ചിലവാക്കേണ്ടി വരുന്നു. അതൊക്കെ നിങ്ങൾ എടുക്കേണ്ടി വരുന്നത് ഒന്ന് ഈ സേവിങ്സ് ഫണ്ടിൽ നിങ്ങൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു മന്ത്ലി ഇൻട്രസ്റ്റ് അതിന് പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സേവിങ്സ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സേവിങ്സിൻ്റെ എല്ലാ താളവും തെറ്റിപ്പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോവിഡ് വന്നതിന് ശേഷം, പോസ്റ്റ് കോവിഡ് ഒരു സിറ്റുവേഷനിൽ പല കൺട്രീസിലും സർവേ നടത്തിയപ്പം സേവിങ്സ് ഗോൾ, അവരുടെ ഇനി ഉള്ള നെക്സ്റ്റ് ഇയറിലത്തേക്കൊക്കെ സേവിങ്സ് ഗോൾ ചോദിച്ചു പല ആൾക്കാരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്? കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ജോലി പോയി. പിന്നെ ജീവിക്കാനായിട്ട് 12 മന്ത്സ് 24 മന്ത്സ് ഒക്കെ ജീവിക്കാനായിട്ടുള്ള കാശ് കയ്യിലില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം, ഒരു എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യം എല്ലാവരും റിയലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ റാങ്ക് ചെയ്ത് ഒരു എമർജൻസി ഫണ്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എമർജൻസി ഫണ്ടിന് നമുക്ക് കുറച്ച് നാൾ ഇൻകം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു, ഒരു അസുഖം വന്നു, ഇൻഷുറൻസ് ഇല്ലാത്ത സമയത്ത് നമുക്കൊരു മേജർ ഫണ്ടിൻ്റെ ആവശ്യമുണ്ടല്ലോ അസുഖം വരുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, വണ്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിന് ഒരു റിപ്പയറിങ് വന്നു, അതിന് നിങ്ങൾക്കൊരു ഫണ്ട് വേണ്ടി വരും. അതിന് നിങ്ങളൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ എക്സ്പെൻസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന പൈസ, നിങ്ങൾ സേവ് ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് മന്ത്ലി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ പൈസയിൽ നിന്ന്, ആ ക്യാഷിൽ നിന്ന്
ആക്ച്വലി എക്സ്പെൻസസ് കട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് എമൗണ്ട് സ്പെസിഫിക്കലി ഫോർ ദിസ് പർപ്പസ് എമർജൻസി ഫണ്ടിന് മാത്രമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഗോൾ ഞാൻ പറഞ്ഞത് ക്രിയേറ്റ് ആൻ എമർജൻസി ഫണ്ട്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കട്ട് ഡൗൺ യുവർ എക്സ്പെൻസസ്. എങ്ങനെയാണ് കട്ട് ഡൗൺ യുവർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഫുഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോഴുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പെട്രോളിൻ്റെ കോസ്റ്റ്, ടെലിഫോൺ കോസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് ഔട്ടിങ് പോകുമ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ. ചിലപ്പോൾ നിങ്ങൾ വീക്കിൽ 3 പ്രാവശ്യമായിരിക്കും ഔട്ടിങ് പോകുന്നത്, അതിന് പകരം നിങ്ങൾക്ക് ചിലപ്പോൾ 1 പ്രാവശ്യമായിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾ 5 പ്രാവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് 4 പ്രാവശ്യം 3 പ്രാവശ്യം ആക്കിയ കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മന്ത്ലി ബിൽസിൽ വരുന്ന ഏതൊക്കെയാണോ അതിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന, സേവ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാഷ് ഒന്ന് സേവിങ്സിനും എമർജൻസി ഫണ്ടിനും ഏതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലുക്ക് അറ്റ് യുവർ മന്ത്ലി ബിൽസ് ആൻഡ് ദെൻ ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻസ്, ചിലപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സും ആമസോണും എല്ലാം പ്രൈമും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. അതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രം മതിയായിരിക്കും. അങ്ങനെ നോക്കുക, എന്നിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഒന്നാമത്തെ എന്താണ് പറഞ്ഞത്, ക്രിയേറ്റ് എമർജൻസി ഫണ്ട്. രണ്ടാമത്തെ കട്ട് ഡൗൺ യുവർ എക്സ്പെൻസസ്. മൂന്നാമത്തെ പറയാനുള്ളത് മാനേജ് യുവർ ക്രെഡിറ്റ് കാർഡ് ബിൽസ് പ്രോപ്പർലി. ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കയ്യിൽ എല്ലാ ആൾക്കാരുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാം, നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു വേണമെങ്കിൽ ഒരു ടൂറിന് പോകാം, ഒരു ട്രിപ്പിന് പോയിട്ട് നമുക്ക് കുറച്ച് അടിച്ച് പൊളിച്ച് തിരിച്ചു വരാം, അത് അടുത്ത മാസം അതിനടുത്ത മാസമൊക്കെ ആയിട്ട് EMI ആയിട്ടൊക്കെ പേ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആ ക്രെഡിറ്റ് കാർഡ് നമുക്ക് പറഞ്ഞ സമയത്ത് പേ ചെയ്തില്ലെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങളതല്ല, നിങ്ങൾ പേ ചെയ്യാതെ മിനിമം ബാലൻസ് അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ഇൻട്രസ്റ്റ് യഥാർത്ഥത്തിൽ നിങ്ങൾ മന്ത്ലി സേവ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു എമൗണ്ടിലേക്ക് പോകേണ്ടതായിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങളൊരു എമർജൻസി ഫണ്ടിലേക്ക് സേവ് ചെയ്യാൻ പറ്റേണ്ടതായിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ബെറ്റർ റിട്ടേൺ കിട്ടേണ്ട ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടും ആ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്ന സമയത്ത്, നിങ്ങൾക്ക് മന്ത്ലി വരുന്ന ഇൻകം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേ ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഒരു എക്സ്ട്രാ കമ്മിറ്റ്മെന്റിലേക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പോകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളതിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് വളരെ ടെംപ്റ്റേഷൻസ് ഉണ്ടാകും. ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോളിൽ വീക്കെൻഡിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് തോന്നുന്നത്. ഒരു പുതിയ മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് ടെംപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഓൾവേസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ട്, പക്ഷേ നിങ്ങളുടെ നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്കത് പേ ചെയ്യാൻ പറ്റാത്ത ഒരു കമ്മിറ്റ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്ട്രാ അത് പർച്ചേസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ പർച്ചേസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയ മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യുന്ന കമ്പനീസോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റോ അല്ല, നിങ്ങളാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രയോറിറ്റീസ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് അതനുസരിച്ചിട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ. ഫൈനലായിട്ട് പറയാനുള്ളത്, ഇൻവെസ്റ്റ് ഇൻ ടു സംതിങ് വിച്ച് ഗീവ്സ് ബെറ്റർ ഈൽഡ്. അതായത് നിങ്ങൾ ഓൾറെഡി പൈസ സേവ് ചെയ്യുന്നുണ്ടാവും. സേവ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ റെഗുലർ ബാങ്കിൽ ആണ് സേവ് ചെയ്യുന്നത്, സേവിങ്സ് ബാങ്കിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ചിലപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങി അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഈൽഡ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് ആണ്, ഏതാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ കിട്ടുന്നത്. ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു 100 രൂപ എടുത്തിട്ട് ഒരു സാധനം ഈ വർഷം വാങ്ങിക്കുകയാണ്. അടുത്ത വർഷം നിങ്ങൾക്ക് ഇതേ സാധനം തന്നെ 106 രൂപയോ അല്ലെങ്കിൽ 108 രൂപയോ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുമെന്ന് വിചാരിക്കാം. നിങ്ങൾ എക്സ്ട്രാ കയ്യിൽ നിന്ന് ഇട്ടിട്ട് വേണം അടുത്ത വർഷം ആ സാധനം വാങ്ങിക്കേണ്ടി വരിക. അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്, കൂടുതൽ ഈൽഡ് കിട്ടുന്ന ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലോ, അത് SIP ആയിട്ടോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം റൈറ്റ് ആയിട്ടുള്ള അതിനേക്കാളും ഈൽഡ് കിട്ടുന്ന സേഫ് ആയിട്ടൊന്ന് നിങ്ങൾക്ക് തോന്നുന്ന കൺവീനിയന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റിസ്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു റിസ്ക് ആപ്പറ്റൈറ്റ് അനുസരിച്ചിട്ടുള്ള ഏത് ഇൻവെസ്റ്റ്മെന്റിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഓൾവേസ് ലുക്ക് അറ്റ് ദ ഈൽഡ്. നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ ഒരു
4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇത് വളരെ പ്രൈമറി ആയിട്ടുള്ളതും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ചെറിയ സാക്രിഫൈസസ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ കറണ്ട് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നിങ്ങൾ ഓൾറെഡി തന്നെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കമൻ്റായിട്ട് താഴെ ഇടാം. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇമീഡിയറ്റ്ലി അത് കാണാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.